ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു യാത്രാ വീഡിയോ ആണ്. വീക്കെൻഡ് ആയതുകൊണ്ട് ഒരു യാത്ര പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ അടുത്തുള്ള ഒരു വാദി കാണാൻ പോവുകയാണ്. വാദി ഹൊക്കൈൻ. ഒമാനിൽ സ്ഥിതി ചെയ്യുന്ന ഈ വാദി റുസ്താഖ് വിലായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മസ്കറ്റിൽ നിന്നും ഏകദേശം 150 കിലോമീറ്റർ അകലെയാണ് ഈ വാദി ഹൊക്കൈൻ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 2 മണിക്കൂറോളം യാത്രയുണ്ടാവും മസ്കറ്റിൽ നിന്നും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. പോകുന്ന സ്ഥലമൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്ഥലമാണ്. ഡെസേർട്ട് പോലെ തന്നെയാണ് കാണാനൊക്കെ. ചെറിയൊരു വില്ലേജ് മാത്രമേ ഉള്ളൂ ഈ വാദി ഹൊക്കൈൻ്റെ അടുത്തായിട്ട്. വാദി ഹൊക്കൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്ടർഫാളുകളും പൂളുകളും എല്ലാം ഉള്ള വാദിയാണ്. ഒമാനിൽ ഏറ്റവും കൂടുതൽ വാദിയാണല്ലോ ഉള്ളത്. മഴക്കാലം ആകുമ്പോഴാണ് വാദിയൊക്കെ ഫുള്ളാവുന്നത്. ഇപ്പം നല്ല വേനൽക്കാലമായതുകൊണ്ട് വെള്ളം ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും പോയി നോക്കാം. അപ്പോൾ അതിൽ കുളിക്കാനൊക്കെ നല്ല സുഖമാണ്. അങ്ങനെ ഒരുപാട് ദൂരം ഉള്ളോട്ടൊക്കെ പോവുകയാണെങ്കിൽ നല്ല നല്ല ബ്ലൂ കളറിലുള്ള വെള്ളമാണ് അവിടെ. നമുക്ക് ഏതായാലും പോയി നോക്കാം. പോകുന്ന വഴിയിൽ വാദി ഹൊക്കൈൻ തന്നെയാണ്. അതിൻ്റെ അടുത്തായിട്ടൊരു ചെറിയൊരു ഈന്തപ്പനത്തോട്ടം, ചെറിയൊരു ഫാം ഉണ്ടായിരുന്നു. ഒരു പ്രൈവറ്റ് ഫാമാണ്. അവിടെ നമ്മൾ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കറങ്ങി അതിൻ്റെ ഉള്ളിലേക്ക്. നല്ല രസമാണ് കാണാൻ. ചെറിയ ഫലജൊക്കെ ഉണ്ട്, പക്ഷെ ഫലജിൽ വെള്ളമൊന്നുമില്ല. ഫലജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോട്ടങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ്. നല്ല രസമുണ്ടായിരുന്നു ഈന്തപ്പനയൊക്കെ കാണാൻ. വലിയ ഈന്തപ്പനയായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ വാദി ഹൊക്കൈൻ. അതിന് ജസ്റ്റ് 1 കിലോമീറ്റർ അപ്പുറം തന്നെയാണ് ഈ വാദി ഹൊക്കൈൻ. മഴ പെയ്യുമ്പോഴാണ് വാദികളൊക്കെ നിറയുന്നത്. നല്ല വാട്ടർഫാളൊക്കെ ഉള്ള ഒരു വാദിയാണ് വാദി ഹൊക്കൈൻ. ഈ ചൂടുകാലത്ത് ഒരുപാട് പേര്, ടൂറിസ്റ്റുകൾ ഒരുപാട് പോകുന്ന സ്ഥലം കൂടിയാണ് ഈ വാദി ഹൊക്കൈൻ. എല്ലാവരും പോവും. കാരണം വെച്ചാൽ അവിടെ പോയിട്ട് എല്ലാവരും പോകും. ഒരുപാട് പൂളുകളുണ്ട് അവിടെ, ചെറിയ ചെറിയ പൂളുകൾ. അവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. വാദി വെള്ളം വളരെ കുറവാണ്, എന്നാലും കുറച്ചൊക്കെ കാണാനുണ്ട് അവിടെ ഇവിടെ. ഇത് എവിടെയെങ്കിലും മഴ പെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് അതിഭയങ്കരമായ വെള്ളമായിരിക്കും. ഒരുപാട് പേര് മരിച്ച ഒരു സ്ഥലം കൂടിയാണിത്. ഒഴുക്കിൽപ്പെട്ടിട്ടൊക്കെ ഭയങ്കര ഡേഞ്ചറായ കുഴികളൊക്കെയുള്ള പോണ്ടുകളാണ് ഇതിലുള്ളത്. അപ്പോൾ സൂക്ഷിച്ച് വേണം അതിൽ ഇറങ്ങാനൊക്കെ. നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇരുന്ന് ഒരുപാട് മീനൊക്കെ ഉണ്ട്.
വാട്ടർഫോളൊന്നും ഇല്ല, മഴയുണ്ടെങ്കിലേ ഉണ്ടാകത്തുള്ളൂ, അധികം വെള്ളമില്ലല്ലോ. എന്നാലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. ഇത് 2ാമത്തെ തവണയാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഒരു മണിക്കൂറോളം നമ്മളവിടെ ചിലവഴിച്ച് എന്നിട്ട് അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. അപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു, നല്ല രസമായിരുന്നു. അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് വന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ ചെറിയ യാത്രാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.